എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുന്നേയുള്ള ആഫ്രിക്കയിലേക്കാണ്. അവിടുത്തെ ആൽബർട്ടോ നാഷണൽ പാർക്കിലേക്കാണ്. അവിടുത്തെ വനപാലകനായിരുന്ന മോസിയ റെനയും നദാങ്ക എന്ന ധീരനായ ആഫ്രിക്കൻ യുവാവും തമ്മിലുള്ള സംഘർഷഭരിതമായ കഥയാണ്. അയാൾ നിയമം ലംഘിച്ചുകൊണ്ട് വനത്തിലേക്ക് പ്രവേശിക്കുകയും സിംഹങ്ങളെ വേട്ടയാടുകയും ചെയ്ത നദാങ്ക എന്ന ആഫ്രിക്കൻകാരൻ്റെ കരുത്തിൻ്റെയും സാഹസികത്തിൻ്റെയും കഥ, അദ്ദേഹം സിംഹങ്ങളെ കീഴടക്കിയ കഥ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരായ രണ്ട് വനപാലകർ വനത്തിൻ്റെ ഉള്ളിലേക്ക് റോഞ്ച് ചുറ്റുകയായിരുന്നു. അപ്പോഴാണ് പതിവില്ലാതെ ഒരു സെറ്റിൽമെൻറ്റ് കാണുവാൻ ഇടയായത്. കാരണം ഈ ഏരിയയിൽ സെറ്റിൽമെൻറ്റ് നിരോധിച്ചിരുന്ന മേഖലയാണ്. എന്താണെന്ന് അറിയുവാൻ വേണ്ടി ആ വനപാലകർ ആ സെറ്റിൽമെൻറ്റിൻ്റെ അരികിലേക്ക് പോയി. അതിൻ്റെ ഉള്ളിൽ അവർക്ക് കാണുവാൻ സാധിച്ചത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരനെ ആയിരുന്നു. അർദ്ധനഗ്നനായുമായിരുന്നു അയാൾ അതിനുള്ളിൽ കണ്ടിരുന്നത്. വലിയ കട്ടിയേറിയ വളകൾ അദ്ദേഹത്തിൻ്റെ ഇരു കൈകളിലും ഉണ്ടായിരുന്നു. ഉച്ചത്തിൽ വിളിച്ചു, "നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? നിനക്കാരാണ് ഇതിനുള്ള അധികാരം തന്നത്? ഇറങ്ങിപ്പോ" എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ഉച്ചത്തിൽ അലറി. അതിനുശേഷം അവൻ്റെ ടെൻറ്റിലേക്ക് കയറി അവൻ്റെ സാധനങ്ങൾ എടുത്തെറിയുവാൻ തുടങ്ങിയ സമയത്ത് ഉറക്കത്തിൽ കടന്നിരുന്ന അവൻ അലറിക്കൊണ്ട് ചാടി എഴുന്നേൽക്കുകയും അവൻ്റെ കയ്യിൽ കരുതിയിരുന്ന നീളമേറിയ കുന്തത്തിൻ്റെ പിടികൊണ്ട് അവരെ അടിക്കുകയും ചെയ്തു. അവരും തിരിച്ചടിച്ചു. എങ്കിലും അവൻ്റെ ആ വലിയ ശരീരം കണ്ടുകൊണ്ട് അവർ ഭയന്ന് പിന്നിലേക്ക് മാറി. എന്നാൽ അവൻ്റെ സാധനങ്ങൾ എടുത്തെറിഞ്ഞ് നശിപ്പിക്കുവാൻ നോക്കിയ അവരെ വെറുതെ വിടുവാൻ അവൻ തയ്യാറായിരുന്നില്ല. ഓടുന്നവരെ ഓടിച്ചിട്ട് പിടിക്കുകയും നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുകയും ചെയ്തു. അതിനുശേഷം അവർ അലറിക്കൊണ്ട് വീണ്ടും കാടുകളിലേക്ക് ഓടി. അവനും അവർക്ക് പിന്നാലെ ഓടിയിരുന്നു. ഓടുമ്പോൾ ഒരു കാര്യം അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു: "നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. നീ ആരെയാണ് ഉപദ്രവിച്ചതെന്നറിയാമോ? ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ്, ഈ കാടിൻ്റെ കാവൽക്കാരനാണ്. ഞങ്ങളെയാണ് നീ ഒരു കാരണവും കൂടാതെ ഉപദ്രവിച്ചിരിക്കുന്നത്. ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ ആരാണെന്ന്." ഇത് പറഞ്ഞുകൊണ്ടാണ് അവൻ ഓടിക്കൊണ്ടിരുന്നത്. കുറച്ചു ദൂരം അവരെ ഓടിച്ച ശേഷം അവൻ തിരികെ വീണ്ടും തൻ്റെ സെറ്റിൽമെൻറ്റിലേക്ക് വന്നു, വിശ്രമിച്ചു. തലേന്ന് നടത്തിയ ആ പോരാട്ടത്തിൻ്റെ, തലേന്ന് നടത്തിയ ആ വേട്ടയുടെ ക്ഷീണം അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ മുഴുവൻ അവൻ പുറത്തായിരുന്നു, വനത്തിലായിരുന്നു, ഒരു വേട്ടയിലായിരുന്നു. അതിനുശേഷം പുലർച്ചെയാണ് അവൻ വന്ന് കിടന്നിരുന്നത്. ആ ക്ഷീണം അവന് വല്ലാതെ അനുഭവിച്ചറിഞ്ഞു. അവൻ വീണ്ടും ആഴത്തിലുള്ള നിദ്രയിലേക്ക് മടങ്ങി. ആഫ്രിക്കയുടെ ഹൃദയഭാഗത്തുള്ള ആൽബർട്ട് നാഷണൽ പാർക്ക് പകൽ സമയത്ത് പോലും നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒന്നായിരുന്നു അവിടം. മരങ്ങൾ ആകാശം മറയ്ക്കുന്ന വിധാനങ്ങളായി വളർന്നു നിന്നിരുന്നു. വള്ളിച്ചെടികൾ ഭീമാകാരമായ സർപ്പങ്ങൾ പോലെ അവയിൽ ചുറ്റിപ്പിണഞ്ഞു കിടന്നു. വനപാലകനായ മോസൈ റന ദ മോസയ്ക്ക് ആ വനം തൻ്റെ കൈവെള്ള പോലെ അറിയാമായിരുന്നു. എങ്കിലും ആ വൈകുന്നേരം വനത്തിൻ്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ യുവാവ് റനയെ അമ്പരപ്പിച്ചു കളഞ്ഞു. അവൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു. കൽക്കരിയുടെ കറുപ്പ് നിറമാണ്. ഏകദേശം 19-20 വയസ്സിനോടടുത്ത് പ്രായം കാണും. അവൻ്റെ ശരീരത്തിലെ ഓരോ പേശിയും ഉരുണ്ടുകൂടിയിരിക്കുന്നത് കണ്ടാൽ മിനുസപ്പെടുത്തിയെടുത്ത പാറക്കല്ലിൽ കൊത്തിവെച്ചതാണെന്നേ തോന്നുകയുള്ളൂ. അവൻ്റെ കൈകളിൽ തിളങ്ങുന്ന ഇരുമ്പ് വളകൾ ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ ഗോത്രത്തിലെ പടയാളികൾ മാത്രം ധരിക്കുവാൻ അനുവാദമുള്ള ആഭരണങ്ങളായിരുന്നു അവ. ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾ ഒരു സാധാരണക്കാരനല്ല. "നിന്റെ പേരെന്താണ്?" റെനെ തൻ്റെ പരിക്കൻ സ്വരത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു. "നെതാങ്കോ" എന്ന് അവൻ മറുപടി നൽകി. അവൻ്റെ ശബ്ദത്തിന് കാട്ടിലെ കാറ്റിനേക്കാൾ ഗാംഭീര്യമുണ്ടായിരുന്നു. താൻ വടക്കു നിന്നുമാണ് വരുന്നതെന്നും താനൊരു യോദ്ധാവാണെന്നും അയാൾ പറഞ്ഞു. ഈ പ്രദേശത്ത് വന്നപ്പോൾ ഈ പ്രദേശം വല്ലാതെ അവന് ഇഷ്ടമായെന്നും അതുകൊണ്ട് ഇവിടെ താമസിക്കാമെന്ന് അവൻ കരുതിയെന്നും അങ്ങനെ ഇവിടെ താമസിച്ചു പോകുകയാണെന്നും അവൻ പറഞ്ഞു. റെനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവൻ തന്നെയാണ് ഗവൺമെൻറ് കാവൽക്കാരായ അസ്കാരികളെ ആക്രമിച്ചത്. ക്രൂരമായാണ് നെതാങ്കോ അവരെ ആക്രമിച്ചത്, മർദ്ദിച്ചത്. "നീ എന്തിനാണ് അസ്കാരികളെ ആക്രമിച്ചത്?" റെനെ അവനോട് ചോദിച്ചു. നെതാങ്കോ ഒന്ന് അട്ടഹസിച്ചു. അതിനുശേഷം അതിനുള്ള മറുപടി നൽകി.
ആ മറുപടിയിൽ അവൻ്റെ അഹങ്കാരം നിഴലിച്ചു നിന്നിരുന്നു. അസ്കാരികൾ വെറും കാട്ടുനായ്ക്കളാണ്. സിംഹത്തിൻ്റെ മുന്നിൽ നായ്ക്കൾ വന്ന് കുരച്ചാൽ സിംഹം അതിൻ്റെ നഖങ്ങൾ കൊണ്ട് മറുപടി നൽകുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നേരിടുക തന്നെ ചെയ്യും. താനും അത് തന്നെയാണ് ചെയ്തത്. തൻ്റെ സാധനങ്ങൾ കവർന്നെടുക്കുവാൻ ശ്രമിച്ച അസ്കാരികളെ താൻ ഒരു സിംഹത്തെപ്പോലെ നേരിട്ടുവെന്നും തനിക്ക് സിംഹത്തെപ്പോലും തോൽപ്പിക്കുവാനാവുമെന്നും അവൻ ഗർവോടെ പറഞ്ഞു. റനയ്യ അവനോട് പറഞ്ഞു തന്നെ ജയിലിലാക്കുമെന്ന്. എന്നാൽ നെതങ്കാവ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും കാട്ടിലേക്ക് തന്നെ നടന്നു. ഉച്ചത്തിൽ അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ചെവിക്കൊടുക്കാതെ നിതാങ്കു വനത്തിലേക്ക് മറയുകയാണ് ചെയ്തത്. റനയ്യ കാവൽ നിൽക്കുന്ന ആ വനത്തിൽ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് കർശനമായി നിരോധിച്ചിരുന്ന മേഖലയാണ്. ആനക്കൊമ്പിനും കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പിനും വേണ്ടി ചില കച്ചവടക്കാർ തദ്ദേശികരായ ആളുകളെ പ്രേരിപ്പിച്ച് അവരെ വനത്തിലേക്ക് വേട്ടയാടാൻ വിടാറുണ്ട്. അങ്ങനെ പലരെയും അദ്ദേഹം പിടിച്ചിട്ടുമുണ്ട്. എന്നാൽ അടുത്തിടെയായി കണ്ടുവന്നത് അദ്ദേഹത്തെ വല്ലാതെ ചിന്തിപ്പിക്കുവാനും അത്ഭുതപ്പെടുത്തുവാനും പോകുന്ന ഒന്നായിരുന്നു. ഈയിടെയായി ആ വനത്തിൽ സിംഹങ്ങൾ കൊല്ലപ്പെടാറുണ്ട്. അങ്ങനെ ചത്തുകിടക്കുന്ന സിംഹങ്ങളെ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ആ കൊലപാതകത്തിൽ മറഞ്ഞു കിടക്കുന്ന അത്യന്തം വിചിത്രമായ കാര്യങ്ങളായിരുന്നു. ചത്തുകിടന്ന സിംഹങ്ങളുടെ ശരീരം അദ്ദേഹം പരിശോധിച്ചപ്പോൾ നെഞ്ചു മുതൽ വയറുവരെ നീളത്തിൽ കീറിമുറിച്ചിരുന്ന പാട് വ്യക്തമായി കാണാം. കൂടാതെ അവയുടെ മീശരോമങ്ങൾ ആരോ ശ്രദ്ധാപൂർവം മുറിച്ചെടുത്തതും അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. അതിൻ്റെ തോലുകളോ മറ്റ് നഖങ്ങളോ ഒന്നും പറിച്ചെടുത്തിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. ഇത് ചെയ്തിരിക്കുന്നത് ഒരിക്കലും കച്ചവടക്കാരല്ല. കച്ചവടക്കാരനായിരുന്നെങ്കിൽ ഉറപ്പായും അതിൻ്റെ തോല് ഇരിഞ്ഞെടുത്തുകൊണ്ട് പോയേനെ. ഇത് ചിലപ്പോൾ ഏതെങ്കിലും ദുർമന്ത്രവാദികൾ മന്ത്രവാദത്തിന് വേണ്ടിയായിരിക്കാം ഇവയെ കൊന്നിരിക്കുന്നത്. എന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓരോ ചോദ്യങ്ങളായി തന്നോട് തന്നെ താൻ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സംശയം ഉദിച്ചത്. ഈ കൊലപാതകങ്ങളുടെ പിന്നിൽ നെതാങ്കുവാണോ? അവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ കൊലപാതകങ്ങളിൽ അദ്ദേഹത്തിന് സംശയമുണ്ടായത്. ഒന്നോ രണ്ടോ സിംഹങ്ങൾ മാത്രമല്ല അടുത്തിടെ ചത്തത്. നിരവധി സിംഹങ്ങളാണ് ഇങ്ങനെ ദിവസേനയും ചത്ത പോലെ അദ്ദേഹം കണ്ടെത്തുവാൻ തുടങ്ങിയത്. ഇങ്ങനെ തുടർച്ചയായ കൊലപാതകങ്ങൾ അദ്ദേഹത്തിന് വല്ലാതെ മാനസിക സംഘർഷവും അതുപോലെ മുകളിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും പ്രഷറും അനുഭവിക്കേണ്ടതായി വന്നു. കാരണം ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു. കാരണം അദ്ദേഹത്തിനായിരുന്നു ആ വനത്തെ പരിപാലിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം, മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം. കാരണം അടുത്തിടെ നടന്ന ഈ സിംഹവേട്ടയെക്കുറിച്ച് പലതരം പേടിപ്പിക്കുന്ന കഥകളും അവിടെ അലയടിക്കാൻ തുടങ്ങിയതോടെ സംഭവത്തിലെ സത്യാവസ്ഥ കണ്ടെത്തുവാൻ വേണ്ടി നെതങ്കാവിൻ്റെ പുറവിൽ ഒരു ചാരനെ വിട്ടയക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗാർഡിനെ ആ ചുമതല ഏൽപ്പിച്ചു. നെതങ്കാവിനെ നിരീക്ഷിക്കുകയും അദ്ദേഹത്തെ സർവേലൻസ് ചെയ്ത് അയാൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്നും എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നും ഏതൊക്കെ മൃഗത്തെ കൊല്ലുന്നെന്നും ഇനിയും കൊന്നാൽ തന്നെ എങ്ങനെയാണ് കൊന്നതെന്നും മനസ്സിലാക്കുവാൻ വേണ്ടി അയച്ചു. ആ കൊടുത്ത ജോലി തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ തന്നെ ആ ഗാർഡ് ഏറ്റെടുത്തു. നെതാങ്കു ഉള്ള ആ സ്ഥലത്തേക്ക് അയാൾ യാത്ര തിരിച്ചു. ആ ഗാർഡ് തനിക്ക് കൊടുത്ത ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവിടേക്ക് പുറപ്പെട്ടപ്പോൾ റെനെ ഒരു കാര്യം കൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. നിങ്ങൾ സ്പൈ ചെയ്യുവാൻ പോകുന്നത് സാധാരണക്കാരനായ ഒരാളുടെ പിന്നാലെയല്ല, അതീവ അപകടകാരിയായ ആഫ്രിക്കൻ ഗോത്രത്തിലെ ഒരു യോദ്ധാവിനെയാണ്. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കൈകളിലാണ്. ഞങ്ങൾക്ക് അതിലൊന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ഇത് പറഞ്ഞുകൊണ്ടാണ് സ്പൈ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തെ അവിടേക്ക് അയച്ചത്. വനത്തിലൂടെ നടന്ന തദ്ദേശികനായ ആ ഗാർഡ് നെതാങ്കു താമസിക്കുന്നതിനടുത്ത് തമ്പടിച്ചു. അദ്ദേഹത്തെ കാണുവാനും പരിചയപ്പെടുവാനും മറന്നിരുന്നില്ല. താനൊരു സാധാരണ ആളാണെന്നും വേട്ടയ്ക്ക് വന്നതാണെന്നും പരിചയപ്പെടുത്തിയാണ് അയാൾ അവിടെ തമ്പടിച്ചത്. എന്നാൽ 1-2 ദിവസം അസാധാരണമായ ഒന്നും തന്നെ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചില്ല. സാധാരണഗതിയിൽ എഴുന്നേൽക്കുകയും വനത്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടുവാൻ പോകുന്ന നെതാങ്കുവിനെയാണ് അയാൾ കണ്ടത്. അങ്ങനെ ഏകദേശം ഒരാഴ്ചക്കാലം അദ്ദേഹത്തിൻ്റെ പിന്നാലെ ട്രാക്ക് ചെയ്ത് തന്നെ ഇയാൾ നടന്നു. എന്നിട്ടും യാതൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. റെനയോട് വിവരങ്ങൾ അപ്പോൾ തന്നെ ഇയാൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ ട്രാക്കർ, അതായത് ഈ സ്പൈ. നെതാങ്കു അത്രയും കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. സാധാരണ ആഫ്രിക്കൻ ഗോത്രക്കാരെ പോലെ തന്നെയാണ് അവനവിടെ പെരുമാറുന്നത്. വിശക്കുമ്പോൾ നായാടുവാൻ വേണ്ടി വനത്തിലേക്ക് പോകും. ഏതെങ്കിലും ഒരു മൃഗത്തെ നായാടിക്കൊണ്ട് തിരികെ ക്യാമ്പിലേക്കെത്തും. വയറ് നിറച്ച് അവൻ അത് കഴിക്കും. അതിനുശേഷം വിശ്രമിക്കും. ഇത് തന്നെയാണ് ഒരാഴ്ചക്കാലമായി ഞാൻ കാണുന്നതും. അവൻ്റെ പിന്നാലെ ഇനിയും ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല.
എന്നാൽ റിനോയ്ക്ക് വീണ്ടും സംശയം കൂടി. ഒരാഴ്ച കൂടി അവൻ്റെ പിന്നാലെ അവനെ നിരീക്ഷിക്കുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വീണ്ടും അദ്ദേഹത്തെ സ്പൈ വർക്ക് ചെയ്യുവാൻ വേണ്ടി നെതാങ്കുവിൻ്റെ അരികിലേക്ക് അയാൾ ചെന്നു. എന്നാൽ അന്നത്തെ രാത്രിയിൽ അയാൾ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടായത്. രാത്രിയിൽ വിചിത്രമായ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് അയാൾ ഉണർന്നത്, അതായത് ഗാർഡ് ഉണർന്നത്. നേതാങ്കുവിൻ്റെ ഷെൽട്ടറിന് പുറത്ത് അയാൾ നിൽക്കുന്ന കാഴ്ച വ്യക്തമായി തന്നെ ആ ഇരുട്ടിൽ, ആ നിലാവിൽ കാണാൻ കഴിയുമായിരുന്നു. അയാൾ അർദ്ധനഗ്നനായാണ് അവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ നീളമേറിയ ഒരു കുന്തമുണ്ടായിരുന്നു. അദ്ദേഹം വിചിത്രമായ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തനിക്ക് അവിടെ നിന്ന് കാണുവാൻ സാധിച്ചു. അയാൾ വേഗം തന്നെ വനത്തിലേക്ക് നടന്നു. അയാളെ അനുഗമിച്ചുകൊണ്ട് ഈ സ്പൈയും അദ്ദേഹത്തിൻ്റെ പുറകെ വെച്ചുപിടിച്ചു. ഏറെ ദൂരം ആ വനത്തിലൂടെ നടന്ന് തുറന്ന മൈതാനിയിലേക്ക് എത്തിച്ചേർന്നു. ഒരാൾ പൊക്കം വളർന്നു നിൽക്കുന്ന ആ പുല്ലുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ യോദ്ധാവ് മുന്നിലേക്ക് നീങ്ങി, അതായത് നെതങ്കാവ്. അതിനുശേഷം അദ്ദേഹം എത്തിപ്പെട്ടത് ഒരു തുറന്ന ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഒരു വലിയ മരത്തിൻ്റെ അരികിലേക്കായിരുന്നു. ആ വലിയ മരത്തിൻ്റെ അരികിലേക്ക് അയാൾ വലിഞ്ഞു കയറി. ഇപ്പോൾ അങ്ങ് ദൂരെ നിന്നും വളരെ വ്യക്തമായി തന്നെ ആ നെതങ്കാവിനെ ഇപ്പോൾ കാണുവാൻ കഴിയും. ആ വലിയ മരത്തിൻ്റെ നീണ്ടു നിൽക്കുന്ന ശാഖയിൽ അയാൾ ചവിട്ടി നിൽക്കുകയാണ്. ഒരു യോദ്ധാവിനെ പോലെ, ഒരു പോരാട്ടത്തിന് ഒരുങ്ങുന്ന യോദ്ധാവിനെ പോലെ നിൽക്കുകയാണ്. ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ ചുറ്റുപാടുള്ള പ്രദേശം വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഗാർഡ് നിൽക്കുന്നത് ആ മരത്തിൽ നിന്നും ഏറെ മാറിയാണ്, അതായത് ഒരാൾ പൊക്കം വളർന്നു നിൽക്കുന്ന പുല്ലിൻ്റെ അതിർത്തിയിൽ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പുൽമേട് പോലെയാണ്. അവിടെയാണ് ഈ ഒറ്റപ്പെട്ട ആ വലിയ മരം നിൽക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നെതങ്കാവ് നിൽക്കുന്നത്. അല്പസമയം അദ്ദേഹത്തെ നിരീക്ഷിച്ചു. അദ്ദേഹം എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഈ ഗാർഡ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു വിചിത്രമായ ശബ്ദം അദ്ദേഹം പുറപ്പെടുവിച്ചു. അത് മറ്റൊന്നിൻ്റെയും ആയിരുന്നില്ല, ഒരു സീബ്രയുടെ ശബ്ദമായിരുന്നു. എന്തുകൊണ്ടാണ് നെതങ്കാവ് സീബ്രയുടെ ശബ്ദം പുറപ്പെടുവിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമോ? സിംഹങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം സീബ്രയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സീബ്രയുടെ ശബ്ദം പുറപ്പെടുവിച്ചത്. എന്നാൽ അവിടെ നിന്ന ഗാർഡിന് യാതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്താണ് ഇവൻ കാണിക്കുന്നത്? ഇനിയും ഇപ്പോൾ എന്തെങ്കിലും ആചാരങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും എന്ന ചിന്തയിലായിരുന്നു അത്. എന്നാൽ ആ രാത്രിയിൽ ആ വനത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുവാൻ അദ്ദേഹത്തിന് ചെറിയ ഭയമുണ്ടായിരുന്നുവെങ്കിലും നെതങ്കാവിൻ്റെ കണ്ണിൽപ്പെടാതെ ആ ഒരാൾ പൊക്കം വളർന്നു നിൽക്കുന്ന പുൽമേട്ടിൽ അദ്ദേഹം മറഞ്ഞു നിന്നു. സൂക്ഷ്മമായി അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുകളും ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അങ്ങ് അകലെ നിന്നും 2 സിംഹങ്ങളുടെ വലിയ അലർച്ചകൾ അദ്ദേഹം കേട്ടു. അപ്പോൾ കാര്യം മനസ്സിലായി. സീബ്രയുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് സിംഹങ്ങളെ ആകർഷിക്കുകയാണ് തൻ്റെ പദ്ധതി. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചത് ശരി തന്നെയാണ്. ഈ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിൽ ഇവൻ തന്നെയാണ്. എന്നാലും ആകാംക്ഷ ഒടുങ്ങുന്നുണ്ടായിരുന്നില്ല. ഇനിയും എങ്ങനെയാണ് ഈ കുന്തം ഉപയോഗിച്ച് അവൻ ആ സിംഹത്തെ പിടിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടി അയാൾ വീണ്ടും കാത്തുനിന്നു. കുറേ സമയം കഴിഞ്ഞ് വീണ്ടും സീബ്രയുടെ ശബ്ദം അദ്ദേഹം മുഴക്കി. അങ്ങനെ തുടരെ മുഴക്കിയതിന് ശേഷം കുറേ സമയം കൂടി മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ നിന്നും 2 സിംഹങ്ങൾ അദ്ദേഹം ഇരിക്കുന്ന മരത്തിനെ അനുഗമിച്ചു വരുന്നത് വ്യക്തമായി കണ്ടു. ഒരു പെൺസിംഹവും ഒരു ആൺസിംഹവുമായിരുന്നു അത്. ഒരു പക്ഷേ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയ സീബ്ര ആയിരിക്കുമെന്നായിരിക്കാം അവ കരുതിയിരുന്നത്. എന്നാൽ അവർ നടന്നു വരുവാൻ പോകുന്നത് മരണത്തിലേക്കാണെന്ന് അവയ്ക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലല്ലോ എന്ന ബുദ്ധിമുട്ടിലായിരുന്നു ആ ഗാർഡ്. അല്പസമയത്തിന് ശേഷം അതും അവിടെ സംഭവിച്ചു. സീബ്രയെ തിരക്കി മരത്തിൻ്റെ താഴേക്കെത്തിയ സിംഹം കണ്ടത് മരത്തിൻ്റെ മുകളിൽ ശിഖരത്തിൽ ചവിട്ടി നിൽക്കുന്ന നെതങ്കാവിനെ ആയിരുന്നു. വിശന്നായിരിക്കാം ആ സിംഹം ആ മരത്തിൻ്റെ അരികിലേക്ക് ഓടി വരികയും ഉച്ചത്തിൽ ഗർജിക്കുകയും ചെയ്തത്. എന്നാൽ നെതങ്കാവിന് യാതൊരു ചലന വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. തൻ്റെ കൈവശം ഇരുന്ന കുന്തം തൻ്റെ ഇടത് കൈയിലേക്ക് മാറ്റുകയും ഊക്കമെടുത്ത് അതിനു നേരെ വലിച്ചെറിയുകയും ചെയ്തു. അതിശക്തമായ ആ ഇരുമ്പ് ദണ്ട് കൂർത്ത മുനകളോടെ ആ സിംഹത്തിൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. ആ സിംഹം നിലത്തു വീണു. കൂടെ ഉണ്ടായിരുന്ന പെൺസിംഹം ഒന്ന് ഗർജിക്കുകയും അത് തിരികെ ഭയന്ന് ഓടുകയും ചെയ്തു. കുടുന്നനെ ആ മരത്തിനു മുകളിൽ നിന്നും ആ കാട്ടാള രൂപം നിലത്തേക്ക് ചാടി. അവിടെ വീണ് കിടന്നിരുന്ന ആ സിംഹത്തിൻ്റെ ശരീരത്തിലേക്ക് വീണ്ടും തൻ്റെ കുന്തം ആഴത്തിലാഴ്ത്തി. അതിൻ്റെ മരണം ഉറപ്പുവരുത്തി. അതിൻ്റെ തലയിൽ ചവിട്ടി നിന്ന് ഉച്ചത്തിൽ അട്ടഹസിച്ചു. അതിനെ മലത്തി കടത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ അരക്കെട്ടിലുണ്ടായിരുന്ന കൂർത്ത കത്തിയെടുത്ത് അതിനെ നെഞ്ചു തൊട്ട് വയറുവരെ കത്തി ഉപയോഗിച്ച് കീറി. ശരീരം പിളരുകയും ഹൃദയമെടുത്ത് കഴിക്കുകയും ചെയ്തു. അതും പോരാഞ്ഞിട്ട് അതിൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തു.
ഈ കാഴ്ചകൾ അത്രയും വിറയ്ക്കുന്ന ശരീരത്തോടെ ആ പുൽമൈതാനിക്കുള്ളിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ കണ്ടുകൊണ്ടിരുന്നത്. എന്ത് ചെയ്യണമെന്നോ എന്തു പറയണമെന്നോ അയാൾക്ക് അറിയുവാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോൾ ആ ഗാർഡിനുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം അവിടേക്ക് നോക്കിയില്ല. ആ സിംഹത്തിന് എന്താണ് അയാൾ ചെയ്യുന്നതെന്ന് കണ്ടില്ല. അയാൾ ആ പുൽമൈതാനിയിൽ മറഞ്ഞിരുന്നു. സൂര്യൻ ഉദിക്കുവാൻ കാത്തിരുന്നു. അങ്ങനെ സൂര്യൻ ഉദിച്ച ശേഷം അദ്ദേഹം നിൽക്കാതെ അവിടെ കൂടുകയായിരുന്നു, അതായത് റൈനോയുടെ ഓഫീസിലേക്ക്. നടന്ന സംഭവങ്ങൾ ഒന്നൊഴിയാതെ അയാളോട് വിവരിച്ച് നൽകി. പറയുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. ഞാൻ ഇനിയും ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന്. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ഗാർഡ് അവിടെ നടന്ന സംഭവം അദ്ദേഹത്തോട് വിവരിച്ച് നൽകിയത്. ആ സിംഹത്തിൻ്റെ ഉഷ്ണരക്തം അവൻ കുടിച്ചു. അതിനുശേഷം അതിൻ്റെ ഹൃദയം അവൻ കടിച്ചു പറിച്ചു തിന്നു. ഇതൊന്നും പോരാതെ എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ഇതാണ്. ചന്ദ്രൻ്റെ പ്രകാശത്തിൽ ആയുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് അവൻ വന്യമായി ഒരു നൃത്തം വെച്ചു. ഏതൊരാളുടെയും മനസ്സിലേക്ക് ഭയം കോരിയിടുവാൻ ആ ഒരു ചുവടുകൾ മാത്രം മതിയായിരുന്നു. സിംഹത്തേക്കാൾ ശക്തനാണ് താനെന്ന് വിളിച്ചോതുന്ന നൃത്തമായിരുന്നു സാർ അത്. പിന്നീട് ഞാൻ അവിടേക്ക് നോക്കിയില്ല. ഞാൻ ആ പുൽമൈതാനിയിൽ ഒളിച്ചിരുന്നു. ഈ കാഴ്ചകളെല്ലാം ഞാൻ കണ്ടു എന്ന് അവന് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ ആ കുന്തമെറിഞ്ഞ് അവൻ എന്നെയും കൊന്നേക്കാം. അതുകൊണ്ട് ഞാൻ ഒന്നും കാണാത്തതുപോലെ ഒന്നും കേൾക്കാത്തതുപോലെ ആ പുൽമൈതാനിയിൽ മറഞ്ഞിരുന്നു, സൂര്യൻ ഉദിക്കുന്നത് വരെയും. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ആ ഗാർഡ് തൻ്റെ വാക്കുകൾ പറഞ്ഞവസാനിപ്പിച്ചത്. ഈ കഥകൾ ആ ഗാർഡ് വന്ന് റെനയോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ഇന്ത്യൻ കച്ചവടക്കാരനുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ അയാൾക്ക് ചിരിയാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവനൊരു ഭീരുവാണ്. ഇവനൊരു ഭീരുവായതുകൊണ്ടാണ് മരത്തിൽ ഒളിഞ്ഞിരുന്ന് ആ സിംഹത്തെ അവിടേക്ക് വിളിച്ചു വരുത്തി കൊന്നത്. ഒരു ധൈര്യശാലി ഒരിക്കലും ഇങ്ങനെ ചെയ്യാറില്ല. അത് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ചിരിച്ചു. എന്നാൽ റെനയെ അലട്ടിയത് ഇതൊന്നും ആയിരുന്നില്ല. നിരോധന മേഖല ആയിരുന്നിട്ട് പോലും ആ സിംഹങ്ങളെ അവിടെ വന്ന് വേട്ടയാടിയതാണ് അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയത്. ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതിനുശേഷം ആ ഗാർഡിനോട് പറഞ്ഞ് തൻ്റെ സുഹൃത്തിനെയും കൂട്ടിക്കൊണ്ട് നെതങ്കാവിനെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലേക്ക് അയാൾ പുറപ്പെട്ടു. കുറച്ചു നേരം വനത്തിലൂടെയും മറ്റ് പ്രദേശങ്ങളിലൂടെയും നടന്ന് നെതങ്കാവ് താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ സെറ്റിൽമെൻറ്റിലേക്ക് അവർ എത്തിച്ചേർന്നു. അതിനുശേഷം നെതങ്കാവിനെ വിളിക്കുകയും നടന്ന സംഭവങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. ഒരു ധൈര്യശാലി പറയുന്നത് പോലെ തന്നെ അത്യധികം അഹങ്കാരത്തോടെ അവൻ തന്നെയാണ് സിംഹങ്ങളെ കൊന്നതെന്ന് റെനയുടെ മുഖത്തു നോക്കി അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പോയി ചെയ്യ്. ഞാൻ തന്നെയാണ് സിംഹങ്ങളെ കൊന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അകത്ത് കുന്തമിരിപ്പുണ്ട്, അതിൻ്റെ മൂർച്ച നിങ്ങളും അറിയും. ഈ രീതിയിലായിരുന്നു അയാൾ അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അയാളുടെ സുഹൃത്തായിരുന്ന ആ ഇന്ത്യൻ കച്ചവടക്കാരൻ അവൻ്റെ മുഖത്തു നോക്കി ആട്ടി, എന്നിട്ട് പരിഹസിച്ച് ചിരിച്ചു. അതിനുശേഷം അദ്ദേഹത്തോടും അവൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, നിന്റെ പേരെന്താണ്? നെതങ്കാവു എന്നല്ലേ? നീ വെറും ഒരു ഭീരുവാണാ, ഭീരു. ഒരിക്കലും ഒരു ധൈര്യശാലി ഇങ്ങനെയല്ല സിംഹത്തെ നേരിടുന്നത്. മരത്തിൽ കയറി ഒളിച്ചിരുന്നു കൊണ്ട് അവൻ സിംഹത്തെ കൊന്നിട്ട് വലിയ വീമ്പിളക്കുന്നു. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ മണ്ണിൽ ചവിട്ടി നിന്ന് ഒരു സിംഹത്തെ നേരിട്ട് നോക്കടാ. ഈ രീതിയിലായിരുന്നു അയാൾ സംസാരിച്ചതും അവനെ പരിഹസിച്ചതും. എന്നാൽ നെതങ്കാവിന് ഇത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അവൻ്റെ മുഖത്തു നോക്കി ഒരാൾ കളിയാക്കി ചിരിച്ചപ്പോൾ അവൻ്റെ കോപവും അവൻ്റെ ഉള്ളിലെ പോരാളിയും ഉണർന്നു. തൻ്റെ മുഷ്ടി ചുരുട്ടുകയും അദ്ദേഹത്തെ നിലത്തിട്ട് 2-3 ഇടി ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തു. റെനയുടെ മുന്നിലിട്ട് തൻ്റെ സുഹൃത്തിനെ ഉപദ്രവിച്ചതോടെ റെനയുടെ കയ്യിൽ നിന്ന് പോയി. റെനയു ആഞ്ഞൊരു തെള്ളു കൊടുത്തു നെതങ്കാവിന്. അതിനുശേഷം മാറി നിൽക്കടാ എന്ന് പറഞ്ഞു. ഇനിയും നീ ഇവിടെ കടന്ന് കൂടുതൽ കാണിച്ചാൽ നിന്നെ ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് പിടിച്ചുകൊണ്ടു പോകുമെന്ന താക്കീതും നൽകി. എന്നാൽ ഇതൊന്നും നെതങ്കാവു കേട്ട ഭാവം നടിച്ചില്ല. അതിനുശേഷം അവൻ ഒരു കാര്യം കൂടി പറഞ്ഞു. എനിക്ക് മരത്തിൻ്റെ മുകളിൽ നിന്ന് മാത്രമല്ലടാ സിംഹത്തെ നേരിടാൻ കഴിയുന്നത്. മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞാനൊരു സിംഹത്തെ ഇന്ന് തന്നെ കൊന്ന് കാണിക്കാം. ഇന്ന് രാത്രിയിൽ തന്നെ. നീ വേണമെങ്കിൽ നോക്കടാ. ഈ വെല്ലുവിളി വിളിച്ചുകൊണ്ട് നെതങ്കാവു തൻ്റെ സെറ്റിൽമെൻറ്റിലേക്ക് കയറി. അതിനുശേഷം തൻ്റെ വലിയ നീളമുള്ള കുന്തമെടുത്തു പുറത്തേക്ക് വന്നു. റെയ്നോട് പറഞ്ഞു, ഈ കുന്തം എത്ര ചോര കണ്ടിട്ടുള്ളതാണെന്നറിയാമോ? എത്ര സിംഹങ്ങളെ ഞാൻ ഇത് വെച്ച് കൊന്നിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? മണ്ണിൽ ചവിട്ടി തന്നെ ഞാനൊരു സിംഹത്തെ കൊന്നു കാണിക്കാം എന്ന് വീമ്പ് മുഴക്കിക്കൊണ്ട് അവൻ അടുത്തുള്ള വനത്തിലേക്ക് കയറി മറഞ്ഞു. സിംഹത്തിൻ്റെ കയ്യിൽപ്പെട്ട് ഒരു മനുഷ്യൻ മരിക്കുന്നത് കാണുവാൻ വയ്യാതിരുന്ന റെനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന റൈഫിൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പാഞ്ഞു.
റെനോ നെതങ്കായെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. എന്നാൽ ഇതൊന്നും നെതങ്ക അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നേർക്ക് നേരെ നിന്നുകൊണ്ട് ഒരു സിംഹത്തെ ഇന്ന് താൻ കൊലപ്പെടുത്തും, അവൻ്റെയൊക്കെ അഹങ്കാരം ഇന്നുകൊണ്ട് തന്നെ തീർക്കും. ഈ ചിന്ത മാത്രമായിരുന്നു, ഈ ഒരു വെല്ലുവിളികൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ഒരു സിംഹത്തെ കണ്ടെത്തുക, കൊലപ്പെടുത്തുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഒരാൾ പൊക്കം വളർന്ന പുൽമേട്ടിലൂടെ അദ്ദേഹം ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഒരു സിംഹത്തെ തേടി നടന്നു. വിശാലമായി കിടക്കുന്ന വനത്തിലൂടെ ഒരൊറ്റയാൻ പോകുന്നത് പോലെ അവൻ നടന്നു നീങ്ങി. തൻ്റെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെയെല്ലാം അവൻ തട്ടിമാറ്റി പുൽമേടും താണ്ടി വിശാലമായ ഒരു ഭൂപ്രദേശത്തേക്ക് അവൻ എത്തിച്ചേർന്നു. അപ്പോഴേക്കും സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചുകൊണ്ട് ചന്ദ്രന് വഴി മാറിക്കഴിഞ്ഞിരുന്നു. ചന്ദ്രൻ്റെ നിലാവിൽ ചുറ്റുമുള്ളതെല്ലാം വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുമായിരുന്നു. ആ കറുത്ത വലിയ രൂപം വിശാലമായി കിടക്കുന്ന സമതലത്തിലൂടെ നടക്കുന്നത് വ്യക്തമായി തന്നെ ആ ചന്ദ്രൻ്റെ നിലാവിൻ്റെ പ്രകാശത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു. കുറ്റിക്കാടുകളുടെ മറവ് ചേർന്ന് നെതങ്കാവിൻ്റെ കണ്ണിൽ പെടാതെ തന്നെയാണ് റെനോയും സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു റൈഫിൾ ഉണ്ടായിരുന്നു. തന്നെ സ്വയം സംരക്ഷിക്കുവാനും നെതങ്കാവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സിംഹത്തെ വെടിവെച്ച് കൊല്ലുവാനും വേണ്ടിയായിരുന്നു അദ്ദേഹം ആ റൈഫിൾ തൻ്റെ കയ്യിൽ കരുതിയിരുന്നത്. അങ്ങനെ ഏറെ ദൂരം സഞ്ചരിച്ച ശേഷം നെതങ്ക തൻ്റെ ഇരയെ കണ്ടെത്തി. തൻ്റെ കഴിവിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന നെതങ്ക ആ വിശാലമായ സമതലത്തിൽ വെച്ച് തീവ്രയുടെ ശബ്ദം വീണ്ടും അനുകരിച്ചു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം തൻ്റെ അരികിലേക്ക് വലിയ ഭീമാകാരമായ ഒരു സിംഹം നടന്നു വരുന്നത് കണ്ടു. അതിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ സാധാരണക്കാരൻ്റെ ജീവൻ അപ്പം പോകും. അത്രയും വലിപ്പമുള്ള ഒരു ആൺസിംഹമായിരുന്നു നെതങ്കാവിൻ്റെ നേരെ നടന്നു വന്നുകൊണ്ടിരുന്നത്. ഈ കാഴ്ചകളെല്ലാം അത്ഭുതത്തോടെ തന്നെയാണ് റെന്ന ആ കുറ്റിക്കാടിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നത്. തൻ്റെ റൈഫിൾ ഏതു നിമിഷവും പൊട്ടിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തു നിന്നു. അവൻ്റെ അരികിലേക്ക് നടന്നടുത്തുകൊണ്ടിരുന്ന ആ സിംഹത്തിൻ്റെ നേരെ തന്നെയായിരുന്നു തൻ്റെ തോക്കിൻ്റെ കുഴൽ ചൂണ്ടിയിരുന്നതും. ഏതു നിമിഷവും ആ സിംഹത്തിന് നേരെ നിറയൊഴിക്കാമെന്ന പദ്ധതി ഇട്ടുകൊണ്ടാണ് നിന്നത്. നെതങ്ക എങ്ങനെ ആ സിംഹത്തെ കീഴ്പ്പെടുത്താനാണ് എന്ന ചിന്തയായിരുന്നു റെനോയ്ക്ക് അപ്പോൾ ഉണ്ടായിരുന്നത്. തൻ്റെ കുന്തം ചുഴറ്റിക്കൊണ്ട് ആ സിംഹത്തെ പോരാട്ടത്തിന് വിളിച്ചു. അങ്ങനെ സിംഹവും നെതങ്കാവും തമ്മിലുള്ള പോരാട്ടം ഇവിടെ തുടരുകയാണ്. രക്തരൂഷിതമായ ഒരു പോരാട്ടത്തിനായിരുന്നു റെനോ അന്ന് സാക്ഷ്യം വഹിച്ചത്. കേട്ടുകഥകളിൽ കൂടെ മാത്രം കേട്ടറിഞ്ഞ സിംഹവും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടമായിരുന്നു നേർക്ക് നേരെ നിന്നുകൊണ്ട് റെനോ അവിടെ കണ്ടത്. നെതങ്കാവിന് നേരെ കുതിച്ചു ചാടിയ സിംഹത്തിൻ്റെ ചാട്ടങ്ങളെയെല്ലാം അതിവിദഗ്ധമായി തന്നെയാണ് നെതങ്കാവ് ഒഴിഞ്ഞുമാറി പ്രതിരോധിച്ചത്. ആ ചാട്ടങ്ങൾക്കെല്ലാം മറുപടിയായി തൻ്റെ കുന്തമുന കൊണ്ട് കുത്തുകൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിലൊന്നും തളരാതെ നിന്ന ആ കൂറ്റൻ സിംഹം തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് പലപ്പോഴും നെതങ്കാവിൻ്റെ ശരീരത്ത് ആഴമേറിയ മുറിവുകൾ സമ്മാനിച്ചു. ചന്ദ്രൻ്റെ നിലാവിൻ്റെ വെളിച്ചത്തിൽ നെതങ്കയുടെ കയ്യിലുണ്ടായിരുന്ന കുന്തത്തിൻ്റെ കുന്തമുന വെള്ളി മിന്നൽ പോലെ പ്രകാശിച്ചു. മാടത്തു നിന്നും അവൻ്റെ കയ്യിലേക്ക് എത്തിയ മിന്നൽ പിണർപ്പാണോ എന്ന് പോലും പല പ്രാവശ്യവും റെനോയ്ക്ക് തോന്നുന്ന രീതിയിലായിരുന്നു അത് അവിടെ വെട്ടിത്തിളങ്ങിയത്. അന്ന് റെനോ ആ രാത്രിയിൽ കേട്ടത് ആ ഭൂമിയെ വിറകൊള്ളിപ്പിക്കുവാൻ പോകുന്ന ആ സിംഹത്തിൻ്റെ ഉഗ്രമായ ഗർജനവും നെതങ്കയുടെ ഉഗ്രമായ അലർച്ചയുമായിരുന്നു. അവർ പരസ്പരം ഏറ്റുമുട്ടി. കുന്തങ്ങൾ പല പ്രാവശ്യവും ആ സിംഹത്തിൻ്റെ ദേഹത്ത് പല മുറിവുകളും ഉണ്ടാക്കി. എന്നാൽ അതിനൊന്നും ആ സിംഹത്തെ തളർത്തുവാൻ കഴിഞ്ഞില്ല. അവർ തമ്മിലുള്ള പോരാട്ടം ഒട്ടും വിട്ടുകൊടുക്കാതെ മുന്നിലേക്ക് തന്നെ നീങ്ങി. അവസാനം നെതങ്കയും സിംഹവും കെട്ടിപ്പിണഞ്ഞുകൊണ്ട് മണ്ണിലേക്ക് വീണു. അവിടെയും കിടന്ന് അവർ പോരാടി. സിംഹത്തിൻ്റെ നഖങ്ങൾ അവൻ്റെ ശരീരത്തിൽ ആഴത്തിൽ കീറി മുറിച്ചു. എന്നിട്ടും അവൻ തളർന്നില്ല. അവൻ്റെ കൈവശമുണ്ടായിരുന്ന കുന്തമെടുത്ത് സിംഹത്തിൻ്റെ മാറിലേക്ക് ആഴത്തിലിറക്കി. അവൻ്റെ കുന്തം അതിനെ മാറ് തുളച്ചുകൊണ്ട്, ചങ്കു തുളച്ചുകൊണ്ട് അവൻ്റെ പിന്നിലൂടെ പുറത്തേക്ക് വന്നു. ആ സിംഹം മരിച്ചോ എന്നറിയില്ല. എങ്കിലും ആ സിംഹം അവൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീണു. അതിൻ്റെ മരണം ഉറപ്പാക്കുവാൻ വേണ്ടി അപ്പോൾ തന്നെ റെനോ അതിൻ്റെ തലയിലേക്ക് നോക്കി തൻ്റെ കാഞ്ചി വലിച്ചു. ആ കാടിനെ വീണ്ടും വിറയൽ കൊള്ളിച്ചുകൊണ്ട് റെനയുടെ തോക്കിൽ നിന്നും വന്ന തിര ആ സിംഹത്തിൻ്റെ തലയിലേക്ക് തുളച്ചു കയറി. എന്നാൽ അതിനു മുന്നേ ആ സിംഹം ചത്തു കഴിഞ്ഞിരുന്നു. പിന്നീട് അല്പസമയം പോലും കാത്തു നിൽക്കുവാൻ റെനോ തയ്യാറായിരുന്നില്ല. ആ വീണ് കിടക്കുന്ന നെതങ്കയുടെ അരികിലേക്ക് റെനോ എത്തുകയും നെതങ്കയുടെ മുകളിൽ കടന്നിരുന്ന ആ വലിയ സിംഹത്തെ തള്ളി മാറ്റുകയും ചെയ്തു. സിംഹവും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്ന നെതങ്കയെ നോക്കി റെനോ അമ്പരന്ന് അങ്ങനെ നിന്നു. അവൻ്റെ കണ്ണുകളിൽ റെനോയ്ക്ക് അപ്പോൾ കാണുവാൻ സാധിച്ചത് ഒരു മനുഷ്യൻ്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കമായിരുന്നില്ല, ഒരു മൃഗത്തിൻ്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കമായിരുന്നു. വെടിവെച്ച കെട്ട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം
റനയെ അന്വേഷിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ അവിടേക്കെത്തി. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. റനെ പറഞ്ഞതനുസരിച്ച് നെതങ്കായെ അവർ ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ പിന്നീട് നടന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. ആ രാത്രിക്ക് ശേഷം നെതങ്കായെ ആരും തന്നെ കണ്ടിട്ടില്ല. ആശുപത്രിയിൽ അന്വേഷിച്ചപ്പോൾ അറിയുവാൻ സാധിച്ചത് പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം അയാൾ വനത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് വനത്തിലേക്ക് പോയി എന്നാണ് അവർക്ക് അറിയുവാൻ സാധിച്ചത്. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്താണെന്നറിയില്ല. ഒരു പക്ഷേ നെതങ്ക വിചാരിച്ചിരിക്കുന്നത് റനയുടെ വെടിയേറ്റാണ് ആ സിംഹം മരിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ആ സിംഹം തന്നെ കൊന്നുകളയുമായിരിക്കുമെന്നാണ്. ഒരുപക്ഷെ നാണക്കേട് ഭയന്നുകൊണ്ടായിരിക്കാം അയാൾ വനം കയറി എങ്ങോട്ടെന്നില്ലാതെ അപ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ റെനോയ്ക്ക് സത്യം അറിയാമായിരുന്നു. ആ സത്യം റെനോ ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്തു. ആ സിംഹം ചത്തതിന് ശേഷമാണ് താൻ വെടിവെച്ചതെന്നും ആ പോരാട്ടം താൻ കണ്ടതാണെന്നും പറഞ്ഞു. വേണമെങ്കിൽ റെനോയ്ക്ക് ഇങ്ങനെ പറയാമായിരുന്നു: തൻ്റെ തോക്കിൽ നിന്നും ആ തിര പാഞ്ഞു പോയില്ലായിരുന്നുവെങ്കിൽ, ആ സിംഹത്തിൻ്റെ ജീവനെടുത്തില്ലായിരുന്നുവെങ്കിൽ നെതങ്ക ഇന്ന് ജീവനോടെ കാണുകയില്ലായിരുന്നു. അവനെ ആ സിംഹം കൊന്നേനെ. വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നെതങ്കായെ അദ്ദേഹത്തിന് അപമാനിക്കാമായിരുന്നു. എന്നാൽ ധീരനായ നെതങ്കായെ അപമാനിക്കുവാൻ അയാൾ തയ്യാറായിരുന്നില്ല. അയാൾ കണ്ട കാര്യം കണ്ടതുപോലെ തന്നെ പറഞ്ഞു. നെതങ്കയും ആ സിംഹവും തമ്മിലുള്ള പോരാട്ടവും താൻ കേട്ട് മാത്രം അറിഞ്ഞ കഥ നേരിട്ട് കണ്ടുവെന്നും അവൻ പറഞ്ഞു. നെതങ്ക എന്ന നിഗൂഢനായ പോരാളി ഒരു നിഴലായി വനത്തിനുള്ളിലേക്ക് മറഞ്ഞു. റനെ അവനെ പിന്നെ അന്വേഷിച്ചില്ല. കാരണം വനത്തിലെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു സിംഹത്തെ കൊന്നു വിജയിച്ചവനെ ജയിലിലാക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ താൻ കണ്ട ആഫ്രിക്കൻ കാടുകളിലെ ജീവിക്കുന്ന ഇതിഹാസമായിരുന്നു അയാൾ. ഒരു ഇന്ദ്രജാലക്കാരൻ തൻ്റെ മാന്ത്രിക പടി കൊണ്ട് പ്രകൃതിയുടെ ശക്തികളെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ആയിരുന്നു നെതങ്ക തൻ്റെ കുന്തം കൊണ്ട് വനരാജാവായ സിംഹത്തെ നേരിട്ടത്. എന്നാൽ ചിലപ്പോൾ മന്ത്രങ്ങളെക്കാൾ കരുത്ത് പകർന്നു നൽകുന്നത് ഒരാൾക്കുള്ളിൽ മയങ്ങിക്കിടക്കുന്ന അചഞ്ചലമായ ധൈര്യത്തിനാണ്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.